അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിന് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഡിവൈസ് ചെയ്തത് ആരാണ്? ഫ്രിറ്റ്സ് ജെർണിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു ഡച്ച് ഫിസിസ്റ്റ് ആണ് അദ്ദേഹം. ദെൻ അതുകൊണ്ട് തന്നെ ഈ മൈക്രോസ്കോപ്പിന്റെ മറ്റൊരു പേരാണ് ജെർണിക് മൈക്രോസ്കോപ്പ്. ദെൻ എങ്ങനെയാണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജനറേറ്റ് കോൺട്രാസ്റ്റ് ടു ദ ഇമേജ്, അതായത് ഒരു ഇമേജിനെ കോൺട്രാസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഇവിടെ നോക്കൂ, രണ്ട് ഇമേജ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി മൈക്രോസ്കോപ്പിൽ എടുത്ത ഒരു പിക്ചർ ആണ്. ദെൻ സെക്കൻഡ് വൺ അതൊരു മൈക്രോ ഓർഗാനിസത്തിന്റെ പിക്ചർ ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ എടുത്തിട്ടുള്ള വേറൊരു ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ പ്രത്യേകത എന്താണ്? അതിലെ ആ ഓർഗാനിസത്തിന്റെ എല്ലാ പാർട്സും ഒരുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡിഫറെന്റ് പാർട്സ് നമുക്ക് വ്യക്തമായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സെക്കൻഡ് പിക്ചർ നോക്കൂ, നമ്മുടെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ എടുത്ത ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ഇമേജ് നോക്കൂ, അതിന്റെ ഡിഫറെന്റ് പാർട്സും ഡിഫറെന്റ് കളേഴ്സിലാണ് അല്ലെ? ചില ഭാഗത്ത് ബ്രൈറ്റ് ആയിട്ട്, ചില പാർട്സ് ഡാർക്ക് ആയിട്ട്. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇമേജിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ? അതുകൊണ്ടാണ് അതിനെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? യൂസ് ടു ജനറേറ്റ് കോൺട്രാസ്റ്റ് ടു ദ ഇമേജ്, ഒബ്ജക്റ്റ് ഒബ്സർവ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ കോൺട്രാസ്റ്റ് ബൈ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ്. അപ്പൊ നമ്മുടെ ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ഈ ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ ആ ആംപ്ലിറ്റ്യൂഡിന്റെ ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റില് എന്താണ് കോൺട്രാസ്റ്റ്, ബൈ ഇൻക്രീസിംഗ് ദ കോൺട്രാസ്റ്റ്. എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മുടെ ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തിയിട്ട്. ഓക്കെ, മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് ഫേസ് ചേഞ്ചസ് ഇൻ ടു ഡിഫറൻസസ് ഇൻ ലൈറ്റ് ഇന്റൻസിറ്റി. നമ്മുടെ ലൈറ്റ് ഇന്റൻസിറ്റിയുടെ ഡിഫറൻസിനനുസരിച്ചിട്ടാണ് ഇതിലെ ഓരോ പാർട്സിനും ഡിഫറെന്റ് ലൈറ്റ്സ്, ഡിഫറെന്റ് കളേഴ്സ് വരുന്നത്. ഓക്കെ, കൺവേർട്ട് സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ആൻഡ് സെൽ ഡെൻസിറ്റി ഇൻ ടു ഈസിലി ഡിറ്റക്റ്റബിൾ വേരിയേഷൻ ഇൻ ലൈറ്റ് ഇന്റൻസിറ്റി. അപ്പൊ ഈ ലൈറ്റ് ഇന്റൻസിറ്റിയിലുള്ള ഈ വേരിയേഷൻ കാരണം എന്താണ്? നമുക്ക് ആ സെൽ ഡെൻസിറ്റിയും അതിലെ ഓരോന്നും നമുക്ക് ഈസിലി ഡിറ്റക്റ്റബിൾ ആണ്. ഓക്കെ, then this invention leads to the development of phase contrast microscope. അതായത് കൺവേർട്ട് സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസിൽ ഇങ്ങനെ ഡിഫറൻസസ് വരുത്തുകയാണ്. ആൻഡ് സെൽ ഡെൻസിറ്റി ഇൻ ടു ഈസിലി ഡിറ്റക്റ്റബിൾ വേരിയേഷൻസ് ഇൻ ലൈറ്റ് ഇന്റൻസിറ്റി. അപ്പൊ ഈ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ വേരിയേഷൻ വരുത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സസിലും സെൽ ഡെൻസിറ്റിയിലും ഒക്കെ നമ്മൾ സ്ലൈറ്റ് ഡിഫറൻസസ് വരുത്താണ്. അങ്ങനെ ആ ലൈറ്റിന്റെ വേരിയേഷൻസിൽ വരുന്ന വേരിയേഷൻസ് ഓഫ് ലൈറ്റ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന ഡിഫറൻസ് കാരണം നമ്മുടെ ഇമേജസ് കോൺട്രാസ്റ്റ് ആവാണ്. ഓക്കെ, നമ്മൾ കോൺട്രാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ബൈ ഇൻക്രീസിംഗ് ദ കോൺട്രാസ്റ്റ് ബൈ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, ദിസ് ഇൻവെൻഷൻ, ഇതാണ് നമ്മുടെ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയുടെ ഇൻവെൻഷന് ലീഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിന് എന്തൊക്കെയുണ്ട്? കണ്ടൻസർ ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണ്ടൻസർ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെഷ്യൽ മാഗ്നിഫയർ. Then light passing from one material into another of slightly different refractive index will undergo a change in phase. അതായത് ഇപ്പൊ ലൈറ്റ് ഒരു മെറ്റീരിയൽ നിന്നും അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഫേസിൽ ചേഞ്ച് വരും. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ദിസ് ചേഞ്ച് ഇൻ ദ ഫേസ് ഓഫ് ലൈറ്റ് വിൽ ഇൻ ടേൺ ഇൻക്രീസ് ഇൻ ദ കോൺട്രാസ്റ്റ്. അപ്പൊ ഈ ലൈറ്റിന്റെ ഈ ഫേസ് ചേഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. എ സിസ്റ്റം ഓഫ് റിംഗ്സ് ഇൻ ദ കണ്ടൻസർ ആൻഡ് ഒബ്ജക്റ്റീവ് സെപ്പറേറ്റ് ദ ഡിഫ്രാക്റ്റഡ് റേസ് ഫ്രം ദ സ്പെസിമെൻ. അപ്പൊ എന്താണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ കണ്ടൻസറിലും നമ്മുടെ ഒബ്ജക്റ്റീവ്സിലുള്ള ഒരു സിസ്റ്റം ഓഫ് റിംഗ്സ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് റിംഗ്സ് ആണ് എന്തിന് സെപ്പറേറ്റ് ചെയ്യാണ്? സ്പെസിമെനിൽ നിന്നും വരുന്ന ഈ ഡിഫ്രാക്റ്റഡ് റേസിനെ
അവ എന്താണ് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യാണ്. ദീസ് ഡിഫ്രാക്റ്റഡ് റേസ് ഫ്രം ദ സ്പെസിമെൻ ആൻഡ് അൺഡിഫ്രാക്റ്റഡ് റേസ് കമ്പൈൻസ് ആൻഡ് ദ ഫേസ് ഡിഫറൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിഫറൻസ് ഇൻ ലൈറ്റ് ഇന്റൻസിറ്റി. അപ്പൊ ഈ ഡിഫ്രാക്റ്റഡ് റേസും ഡിഫ്രാക്ട് ചെയ്യാത്ത റേസും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫേസ് ലൈറ്റിന്റെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാണ്. ആ ഫേസ് ഡിഫറൻസ് എന്താണ്? ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ ഡിഫറൻസ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? നമ്മുടെ കണ്ടൻസറിലും ഒബ്ജക്റ്റീവ് ലെൻസിലും ഒരു സ്പെഷ്യൽ റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ റിംഗ് സിസ്റ്റം ആണ് ഈ ഡിഫ്രാക്റ്റഡ് റേസിനെയും അൺഡിഫ്രാക്റ്റഡ് റേസിനെയും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്പെസിമെനിൽ നിന്നും വരുന്ന ഡിഫ്രാക്റ്റഡ് റേസിനെയും അൺഡിഫ്രാക്റ്റഡ് റേസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു ഫേസ് ഡിഫറൻസ് കൺവേർട്ട് ചെയ്യണം. ലൈറ്റിന്റെ ഫേസ് ഡിഫറൻസ് ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ ഒരു ഡിഫറൻസ് വരുത്താണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. അതുകൊണ്ട് തന്നെ ചില പാർട്സ് ബ്രൈറ്റ് ആയിട്ടും ചില പാർട്സ് ഡാർക്ക് ആയിട്ടും കാണാൻ കഴിയും. ഒരു സ്പെസിമെന് നമുക്ക് നന്നായിട്ട് വ്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഇതിന് എന്താണ് അതിന്റെ യൂസസ്? ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയുടെ യൂസസ് എന്തൊക്കെയാണ്? അപ്പൊ ലിവിങ് ആൻഡ് അൺസ്റ്റെയിൻഡ് ഓർഗാനിസം ക്യാൻ ബി എക്സാമിൻഡ്. ലിവിങ് ആയിട്ടുള്ള നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ ഓഫ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ടു സ്റ്റഡി ബാക്ടീരിയൽ മൂവ്മെന്റ്, ഫ്ലജെല്ലാർ മൂവ്മെന്റ് ആൻഡ് പ്രോട്ടോസോവ, ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ്, ബാക്ടീരിയൽ മൂവ്മെന്റ് ഒക്കെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. യൂസ് ടു സ്റ്റഡി എൻഡോസ്പോർസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. യൂസ് ടു സ്റ്റഡി യൂക്കാരിയോട്ടിക് സെൽ, ദെൻ 3-dimensional സ്ട്രക്ചർ നമുക്ക് തരും. ഓക്കെ, യൂക്കാരിയോട്ടിക് സെല്ലിന്റെ സ്റ്റഡി, ഇൻക്ലൂഷൻ ബോഡീസ്, എൻഡോസ്പോർസ്, then flagellar movements, bacterial movements, then internal structures of microorganism, then നമുക്ക് ലിവിങ് ആയിട്ടുള്ള അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്ത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡിലുള്ള ആ ചേഞ്ച് വഴി ഒരു ഇമേജ് തന്നെ ഡിഫറെന്റ്, അതായത് ചില ഭാഗത്ത് ബ്രൈറ്റ് ആയിട്ടും ചില ഭാഗത്ത് ഡാർക്ക് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അതുവഴി നമുക്ക് ആ ഒരു ഇമേജിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഓക്കെ, സാധാരണ ഓർഡിനറി മൈക്രോസ്കോപ്പിയിലുള്ളതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് വഴി മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ അത് ആരാണ് കണ്ടെത്തിയത്? ഫ്രിഡ്സ് സെർണിക് എന്ന് പറഞ്ഞ ഒരു ഡച്ച് ഫിസിസ്റ്റ് ആണ് ഇത് ഡിവൈസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിനെ സെർണിക് മൈക്രോസ്കോപ്പ് എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ UV മൈക്രോസ്കോപ്പ് അഥവാ നമ്മുടെ അൾട്രാ വയലറ്റ് മൈക്രോസ്കോപ്പ്. റെസൊല്യൂഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ് അപ്പോൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ്. നമ്മൾ പറഞ്ഞു ഒരു മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിന്റെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്താൽ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, then if longer the wavelength of light is used, lower will be the resolving power, while shorter the wavelength, more will be the resolution. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് മൈക്രോസ്കോപ്പിൽ അഥവാ UV മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ UV റേസ് എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് ആണ് അല്ലെ? അപ്പൊ ഷോർട്ടർ വേവ് ലെങ്ത് ഓഫ് UV rays are used as light source. അപ്പോ നമ്മുടെ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്താൽ ആ മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ UV മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഷോർട്ടർ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ആസ്, അപ്പോ നമ്മുടെ ഈ UV മൈക്രോസ്കോപ്പിന് ഷോർട്ടർ വേവ് ലെങ്ത് ആണ് അല്ലെ? അപ്പൊ ആ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ UV റേസിന് ഈ ഗ്ലാസ് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയില്ല.
പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അവിടെ ക്വാഡ്സ് ലെൻസസ് ആണ് യു വി റേസിൽ, യു വി മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? എന്ത് ലെൻസസ് ആണ്? ഗ്ലാസിന്റെ ലെൻസസ് അല്ല, പകരം ക്വാഡ്സ് ലെൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ യു വി റേസ് നമുക്ക് ഇൻവിസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഇമേജിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, സിൻസ് യു വി റേസ് ആർ ഇൻവിസിബിൾ, photographic plate should be used to record the image. Okay, then special type of filters should be used to eliminate the UV rays from reaching the eyepiece. അപ്പൊ നമ്മുടെ ഈ UV rays എന്താണ്? നമ്മുടെ കണ്ണിലെത്തിയ നമ്മുടെ കണ്ണിനെ അത് ഡാമേജ് ആക്കും. ഓക്കെ, അപ്പൊ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. ദിസ് ഈസ് യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. നമ്മുടെ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിന്റെ ഒരു കൺജക്ഷൻ ആയിട്ട് നമ്മൾ യു വി നമ്മൾ പറയും, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയുടെ കാര്യങ്ങൾ വരുന്നതിൽ പറയും. Okay, then upon illuminating with UV light, certain fluorescent dyes emit light in visible range which can be directly viewed. അപ്പൊ ഈ UV ലൈറ്റ് ഈ ഫ്ലൂറസെന്റ് ഡൈസുമായിട്ട് ഇലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻവിസിബിൾ റേഞ്ചിലുള്ള ചില ലൈറ്റ്സിനെ അത് എമിറ്റ് ചെയ്യും. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ്ലി വ്യൂ ചെയ്യും. അത് നമ്മൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ പറയുന്ന കാര്യമാണ്. അപ്പോ അതിൽ നമ്മൾ ഈ യു വി മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് യു വി മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു. ഇതിനടുത്തതാണ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. അപ്പൊ എന്താണ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാല്? കളർലെസ് സെല്ലുലാർ കമ്പോണൻസ് കാനോട്ട് ബി ക്ലിയർലി ഡിസ്റ്റിങ്വിഷ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. നമ്മുടെ ഈ മൈക്രോസ്കോപ്പില് ഇപ്പൊ ഈ കളർ ഇല്ലാത്ത കളർലെസ് ആയിട്ടുള്ള സെല്ലുലാർ കമ്പോണൻസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്പെസിമെൻ സ്റ്റെയിൻ ചെയ്യും. എന്തുവഴി? ഡൈസ് വഴി നമ്മൾ അതിനെ സ്റ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്പെസിമെനെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ ഡൈസ് നമ്മൾ ഫ്ലൂറസെന്റ് ഡൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, അപ്പൊ അത് നമ്മളിപ്പോ ഈ സ്പെസിമെനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫ്ലൂറസെന്റ് ഡൈസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് വെക്കാം. ആ ഫ്ലൂറസെന്റ് ഡൈസിനെ നമ്മൾ എന്ത് പറയും? ഫ്ലൂറോക്രോംസ് എന്നും പറയും. അപ്പൊ ഈ ഫ്ലൂറോക്രോംസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അതായത് എന്നിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എമിറ്റ് ലൈറ്റ് അറ്റ് എ ലോങ്ങർ വേവ് ലെങ്ത്, അതായത് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഈ ഫ്ലൂറസെന്റ് ഡൈസ് നമ്മൾ സ്പെസിമെൻ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് ഡൈസ്, അതായത് നമ്മൾ ഷോർട്ടർ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ഡിലേ കഴിഞ്ഞ ശേഷം അതെന്താണ്, ഒരു എമിറ്റ് ലൈറ്റ് അറ്റ് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഈ ഫ്ലൂറസെന്റ് സ്പെസിമെനിലുള്ള ഈ ഫ്ലൂറസെന്റ് ഡൈ ഇപ്പോ ബ്ലൂ ലൈറ്റിനെയാണ്, ഇപ്പൊ ബ്ലൂ എന്താണ്, നമ്മൾ വിസിബിൾ റേഞ്ചിലുള്ള ബ്ലൂ ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് കരുതാം. അപ്പൊ ഈ ബ്ലൂ ലൈറ്റിന് എന്താണ്, ബ്ലൂ ലൈറ്റിന് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. എന്നിട്ട് അത് അബ്സോർബ് ചെയ്തിട്ട് അത് എമിറ്റ് എന്താണ്, ഗ്രീൻ ലൈറ്റിനെയാണ് എമിറ്റ് ചെയ്യുക. അപ്പൊ ഗ്രീൻ ലൈറ്റ് എന്താണ്, അതിന്റെ വേവ് ലെങ്ത് കുറച്ചും കൂടി കൂടുതലാണ് അല്ലെ. അപ്പോ അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ ഈ ഫ്ലൂറസെന്റ് ഡൈസ് അബ്സോർബ് ചെയ്തിട്ട് അത് എന്തിനെയാണ് എമിറ്റ് ചെയ്യുക, കുറച്ചുകൂടി ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഈ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് അഥവാ ഫ്ലൂറസെന്റ് ഡൈസിന്റെ മറ്റൊരു പേരെന്താണ്? ഫ്ലൂറോക്രോംസ്. ഓക്കെ, then fluorescent microscopy uses a higher intensity light to illuminate the sample. higher intensity ഉള്ള, അതായത് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആണ് നമ്മൾ ഈ സാമ്പിളിനെ, അതായത് സ്പെസിമെനെ നമ്മൾ ഇലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വിച്ച് ദെൻ എമിറ്റ് ലൈറ്റ് ഓഫ് എ ലോങ്ങർ വേവ് ലെങ്ത്. ദെൻ ഈ ഫ്ലൂറസെന്റ് എന്ത് ചെയ്യും, അതായത് ഈ ഫ്ലൂറസെന്റ് ഡൈസ്, അതായത് ഈ സ്പെസിമെൻ എന്ത് ചെയ്യും, ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ നമ്മൾ എമിറ്റ് ചെയ്യും. Okay, the image produced is based on the emission wavelength of fluorescent species instead of the light originally used to excite the sample. അപ്പോ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു സ്പെസിമെൻ കളർലെസ് ആണ്, അപ്പൊ അതിന് കളർ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഫ്ലൂറസെന്റ് ഡൈസ് യൂസ് ചെയ്തു വിചാരിക്കുക. സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫ്ലൂറസെന്റ് ഡൈസ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷനെ നമ്മുടെ ഈ സ്പെസിമെൻ അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ സ്പെസിമെൻ അബ്സോർബ് ചെയ്തിട്ട് ഈ അബ്സോർബ് ചെയ്തതിനേക്കാൾ ഒന്നും കൂടി ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെയാണ് ഇത് എമിറ്റ് ചെയ്യുക. അപ്പൊ ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ സ്പെസിമെനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ചെയ്യുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. then എന്തൊക്കെയാണ് ഈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിന്റെ കമ്പോണൻസ്? അപ്പൊ ഒരു ഫ്ലൂറോഫോർ വേണം. ഈ ഫ്ലൂറോഫോർ അഥവാ ഫ്ലൂറസെന്റ് ഡൈസ്, അതിൽ തന്നെയാണ് നമ്മൾ ഫ്ലൂറോക്രോംസ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഫ്ലൂറോഫോർ, അല്ലെങ്കിൽ ഫ്ലൂറോക്രോം, അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഡൈസ് എന്ന് പറയും. then കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് can re-emit light upon light excitation. അതായത് ഒരു ലൈറ്റ് എക്സൈറ്റേഷൻ വഴി ലൈറ്റിനെ റീ എമിറ്റ് ചെയ്യാൻ കഴിവുള്ള കെമിക്കൽ കോമ്പൗണ്ട് ആണ് എന്ത്? ഫ്ലൂറോഫോർ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഡൈസ് എന്ന് പറയുന്നത്. ഇതിന് ചില എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ ന്യൂക്ലിക് ആസിഡിനൊക്കെ നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി DAPI എന്ന് പറഞ്ഞ ഒരു ഡൈ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫ്ലൂറസെന്റ് ഡൈ ആണ് യൂസ് ചെയ്യുക. ദെൻ ഹോഷെറ്റ്, ഫലോയിഡിൻ വിച്ച് ഈസ് ഹോഷെറ്റ് യൂസ് ചെയ്യും. അപ്പൊ ന്യൂക്ലിക് ആസിഡ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് ഡൈസ് ഏതൊക്കെയാണ്? DAPI, ദെൻ ഹോഷെറ്റ്. ദെൻ നമ്മുടെ ആക്റ്റിൻ ഫൈബേഴ്സിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് ഡൈസ് ഏതാണ്? ഫലോഡിയൻ ആണ്. നമ്മുടെ മമേലിയൻ സെൽസിലുള്ള ആക്റ്റിൻ ഫൈബേഴ്സിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലൂറസെന്റ് ഡൈ ഏതാണ്? ഫലോഡിയൻ ആണ്. ഓക്കെ, ന്യൂക്ലിക് ആസിഡിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? DAPI, ഹോഷെറ്റ്. ഓക്കെ, ഇതിന്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിന് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക? നമുക്കൊരു ലൈറ്റ് സോഴ്സ് വേണം. ആ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് വരുന്നു, നമ്മുടെ സ്പെസിമെനിൽ തട്ടുന്നു. നമ്മുടെ സ്പെസിമെൻ എന്താണ്? നമ്മുടെ സ്പെസിമെൻ ഫ്ലൂറസെന്റ് ഡൈ വഴി അതിനെ സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡൈസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനേക്കാൾ കൂടിയ വേവ് ലെങ്ത് ഉള്ള മറ്റൊരു ലൈറ്റിനെ അത് റീ എമിറ്റ് ചെയ്യും. അങ്ങനെ ആ റീ എമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ആ സ്പെസിമെനെ കുറിച്ചുള്ള സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സിനോൺ ആർക്ക് ലാമ്പ് ഓർ മെർക്കുറി വേപ്പർ ലാമ്പ്, ലേസേഴ്സ് ഓർ ഹൈ പവർ LED. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ അതിന് എന്തൊക്കെ വേറൊരു പാർട്ടാണ് അതിന് എക്സൈറ്റേഷൻ ഫിൽട്ടർ എന്ന് പറയും. എക്സൈറ്റേഷൻ ഫിൽട്ടർ അവിടെ അതിന്റെ പിക്ചർ ഉണ്ട് കേട്ടോ. നോക്കൂ, എന്തൊക്കെയുണ്ട്? ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റ് എവിടേക്കാണ് വരുന്നത്? എക്സൈറ്റേഷൻ ഫിൽട്ടർക്കാണ് വരുന്നത്. ഈ എക്സൈറ്റേഷൻ ഫിൽട്ടർ ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് മാത്രമാണ് ഏതിൽ പോവുക? അടുത്ത പാർട്ടാണ് ഈ ഡൈക്രോയിക് മിറർ എന്ന് പറയുന്നത്. ദെൻ ഈ ഡൈക്രോയിക് മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് ആ ലൈറ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലെത്തും. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ് വഴി നമ്മുടെ സ്പെസിമെനിലെത്തും. ദെൻ ഈ സ്പെസിമെനിന്ന് സ്പെസിമെനിലെത്തും. ദെൻ ഈ സ്പെസിമെൻ അതിന്റെ ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് വേറെ ഒരു വേവ് ലെങ്ത് ഉള്ള, അതായത് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അത് റീ എമിറ്റ് ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, എന്തിനാണ് ഈ എക്സൈറ്റേഷൻ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ബാൻഡ് പാസ് ഫിൽട്ടർ. അതായത് ആ ലൈറ്റ് ബാൻഡിനെ ഫിൽട്ടർ ചെയ്യുന്നതാണ്, ഒരു ഫിൽട്ടർ ആണ് എക്സൈറ്റേഷൻ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് പാസസ് ഓൺലി ദ വേവ് ലെങ്ത് അബ്സോർബ്ഡ് ബൈ ദ ഫ്ലൂറോഫോർ. അപ്പോ നമ്മുടെ ഈ ഫ്ലൂറോഫോർ അഥവാ ഡൈസ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെ മാത്രമാണ് അത് കടത്തിവിടുള്ളൂ. ഓക്കെ, നമ്മൾ ഫ്ലൂറോഫോർ ഏത് ലൈറ്റിനെയാണോ അബ്സോർബ് ചെയ്യുക ആ ലൈറ്റിനെ മാത്രം കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സൈറ്റേഷൻ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ ഡൈക്രോയിക് മിറർ എന്താണ്? എക്സൈറ്റേഷൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ ആദ്യം എക്സൈറ്റേഷൻ ലൈറ്റ് എന്തിലൂടെയാണ് പാസ് ചെയ്യുക? എക്സൈറ്റേഷൻ ഫിൽട്ടറിൽ വരും. ദെൻ എക്സൈറ്റേഷൻ ഫിൽട്ടറിന് എന്താണ്? ഡയറക്റ്റഡ് ടു ദ ഡൈക്രോയിക് മിററിൽ വരും. ദെൻ ഡൈക്രോയിക് മിററിന് ഇറ്റ് റിഫ്ലക്ട് ദ എക്സൈറ്റേഷൻ ലൈറ്റ് ടു ദ സ്പെസിമെൻ. ഡൈക്രോയിക് മിറർ വഴിയാണ് അത് ഡൈക്രോയിക് മിററിൽ തട്ടിയത് റിഫ്ലക്ട് ചെയ്ത് സ്പെസിമെനിൽ എത്തും. ഓക്കെ, ദെൻ എമിഷൻ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഉണ്ട്. എമിഷൻ ഫിൽട്ടർ എന്താണ്? അലോയിങ് ദ ഡെസിറബിൾ ഫ്ലൂറസെൻസ് ഫ്രം ദ സാമ്പിൾ ടു റീച്ച് ദ ഡിറ്റക്ടർ. ദെൻ ഈ സാമ്പിളിൽ നിന്ന് നമ്മൾ ഡൈക്രോയിക് മിററിൽ തട്ടി നമ്മുടെ സ്പെസിമെനിൽ വന്നു ലൈറ്റ് ഇല്ലേ? ദെൻ നമ്മുടെ സ്പെസിമെൻ ആ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ റീ എമിറ്റ് ചെയ്യും. ആ റീ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഏതിലൂടെയാണ് പാസ് ചെയ്യുക? എമിഷൻ ഫിൽട്ടർ വഴിയാണ് എന്തിലെത്തുക? ഡിറ്റക്ടറിലെത്തുക. ഓക്കെ, എമിഷൻ ഫിൽട്ടർ ഓക്കെ,
എമിഷൻ ഫിൽട്ടർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം ലൈറ്റ് സോഴ്സിൽ നിന്നും നമ്മുടെ അതായത് ഫ്ലൂറോക്രോംസിൽ അഥവാ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഡൈസിൽ എത്തേണ്ട ലൈറ്റിനെ മാത്രം ഈ എക്സൈറ്റേഷൻ ഫിൽട്ടർ വഴി കടത്തിവിടും. ദെൻ ആ ലൈറ്റ് ഈ ഡൈക്രോയിക് മിററിലെത്തി റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്പെസിമെനിൽ എത്തും. ദെൻ നമ്മുടെ സ്പെസിമെൻ അതിനെ അബ്സോർബ് ചെയ്തിട്ട് വേറെ ഒരു വേവ് ലെങ്ത് ഉള്ള മറ്റൊരു ലൈറ്റിനെ അത് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? എമിഷൻ ഫിൽട്ടർ വഴിയാണ്. ദെൻ എമിഷൻ ഫിൽട്ടർ വഴി അത് ഡിറ്റക്ടറിൽ എത്തുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അത് വ്യൂ ചെയ്യുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഫ്ലൂറസെൻ മൈക്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ യൂസസ്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ദിസ് ടെക്നിക് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ഇൻ ഇമ്മ്യൂണോളജി ഇൻ വിച്ച് ദ റിയാക്ഷൻ ഓഫ് ആന്റിജൻ ആന്റിബോഡി ആർ സ്റ്റഡിഡ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. അപ്പൊ നമ്മുടെ ആന്റിജനെ കുറിച്ചിട്ടും നമ്മുടെ ആന്റിബോഡിയെ കുറിച്ചിട്ടുള്ളൊക്കെ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലൂറസെന്റ് ആന്റിബോഡി സ്റ്റെയിനിങ് ഈസ് നൗ വൈഡ്ലി യൂസ്ഡ് ഇൻ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ടു ഡിറ്റർമൈൻ വെദർ ആൻ ആന്റിജൻ ഈസ് പ്രസന്റ്. അപ്പോ ഈ ഫ്ലൂറസെന്റ് ആന്റിബോഡി സ്റ്റെയിനിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതിന് ആന്റിജൻ പ്രസന്റ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട് ആൾ ബാക്ടീരിയ ഗെറ്റ് സ്റ്റെയിനഡ് വിത്ത് ഫ്ലൂറസെന്റ് കെമിക്കൽസ്. ഓക്കെ, ദെൻ ലൈവ് സെൽ ഇമേജ്, നമ്മുടെ ലൈവ് ആയിട്ടുള്ള സെല്ലിനെ ഇമാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മുടെ പ്രോട്ടീന്റെ സ്ട്രക്ചേഴ്സ് സ്റ്റഡി, നമ്മുടെ പ്രോട്ടീൻ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ക്യാൻ ബി എക്സാമിൻഡ് അറ്റ് എ ടൈം. അതായത് ഒരു സമയം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ മോളിക്യൂൾസിനെ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ വരുന്നത്. ദെൻ എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ ഓഫ്? ഇനി ലൈറ്റ് മൈക്രോസ്കോപ്പി ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഓക്കെ, എന്താണ് ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഒരു 500x തൊട്ട് 1100x ആണ് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക് അതിനേക്കാൾ മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ദെൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.2 മൈക്രോമീറ്റർ ആണ്. ദെൻ ഡീറ്റെയിൽഡ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ലാർജർ മൈക്രോ ഓർഗാനിസം ആൾസോ കാനോട്ട് ബി എഫക്റ്റീവ്ലി സ്റ്റഡീഡ് ബൈ ലൈറ്റ് മൈക്രോസ്കോപ്പി. നമുക്കൊരു ലാർജർ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് അതൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ ക്ലാസ് എടുത്തൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ.